എന്താ പാപം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? പാപം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പറഞ്ഞു മോനെ, പാപം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞ മോനെ, പാപം എന്ന വാക്കിന്റെ അർത്ഥം പറ. നീ ഒരു പാസ്റ്ററിന്റെ ഭാര്യയായി മാറും കേട്ടോ. നിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു അനോന്യത, ഒരു ഊറ്റിന്റെ മേൽ തറന്ന ഒരു അഭിഷേകം നിന്റെ ദൈവം പകുതി പറഞ്ഞേ. പാപം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞേ, പറഞ്ഞു മോനെ, പറ. മരണം. പാപത്തിന് ശമ്പളമാണ് മരണം. പാപം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു പറ. ഉറക്കെ പറയണം. എനിക്ക് ഒരു ചെവി വലതും ഒരു ഭാഗം ഒരു ചെവി ഇടതുമായതുകൊണ്ട് അല്പം ചെവി കേൾവി കുറവ്. അത് ഉറക്കെ പറയണം. പറഞ്ഞേ പറഞ്ഞത്. ചെയ്യേണ്ടത് ചെയ്യുന്നതിൽ ചെയ്യരുതാത്തത് ചെയ്യുന്നതിന് വെരി ഗുഡ്. നല്ലൊരു ആമേസ്തോത്രം ഡെഫിനേഷനാണ്. ശരിയാണ്. ഞാൻ സമയമൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ വേഗത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. സിൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം കൊടുത്തിരിക്കുന്നത് ലക്ഷ്യം തെറ്റിക്കുന്ന വാക്കാണ്. ലക്ഷ്യം തെറ്റുക. ഈ ലക്ഷ്യം തെറ്റുക എന്ന വാക്കിന് ഒരു ഗ്രീക്ക് പദമുണ്ട്, ഹമാർട്ടിയ. നിങ്ങൾ എഴുതിക്കോ. ഞാൻ കുറച്ച് നോക്കിയാണ്. നിങ്ങൾ എല്ലാവരും പടം വരയ്ക്കാൻ തക്കവണ്ണാണ് പോസ്റ്റർ വെച്ചത് മനസ്സിലായി. ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകൻ കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സൈക്കോളജിയെ പഠിപ്പിക്കാൻ തക്ക മിടുക്കനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം സൈക്കോളജി പിന്നെ വിവേചിക്കാൻ അല്പം ഒരു കൃപയെ നൽകിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ പൊക്കിച്ചോളാം. അതുകൊണ്ട് അങ്ങനെ പാപം എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റിക്കുന്ന വാക്കാണ്. നേരത്തെ ഡെഫിനിഷൻ നിങ്ങൾ ചേർക്കാം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യുന്നതും പാപമാണ്. ഡെഫിനിഷനാണ്. പക്ഷെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിക്കുന്ന വാക്കാണ്. ആ ലക്ഷ്യം തെറ്റിക്കുന്ന വാക്കിനെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സൺഡേ സ്കൂളിന്റെ സീനിയർ സ്റ്റുഡന്റ് ആയിരിക്കും അത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഞങ്ങൾക്കുള്ള ഹമാർട്ടി എന്ന വാക്കാണ്. ഹമാർട്ടി എന്ന ഗ്രീക്ക് വാക്കാണ്. ഹമാർട്ടി എന്ന ഗ്രീക്ക് വാക്കാണ്. ഈ ഹമാർട്ടി എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥമാണ് ലക്ഷ്യം തെറ്റിക്കുന്ന പദമാണ്. അതിനർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഈ സ്വന്തം ശ്രദ്ധിച്ചാണ്. ഈ ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്തുവാ? ഹോക്കിയാണ് അല്ലെ? ഹോക്കി. ഇന്ത്യയുടെ ദേശീയത് ഫുട്ബോളോ ക്രിക്കറ്റോ ഒന്നുമല്ല, ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഗ്രീക്കുകാരുടെ ഇടയിൽ അവരുടെ ഒരു ദേശീയ ഗെയിമായിരുന്നു അമ്പെയ്ത്ത് മത്സരം. അപ്പൊ അമ്പെയ്ത്ത് മത്സരത്തിന് മത്സരാർത്ഥിയിൽ നിന്നാണോ അതിന് ഗെയിം റെഫറി കാണും. അദ്ദേഹമാണ് ഫിസുറൂദി സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സോത്ര. അപ്പോൾ ഈ അമ്പയുമ്പോൾ തന്നെ ഒരു വലിയ ചാർട്ടുണ്ട്. അത് ഇങ്ങനെ പമ്പരം പോലത്തെ ഒരു റാമ്പൂരാക്കിയിട്ട് അത് സെൻട്രൽ പോയിന്റ് എത്തുമ്പോഴാണ് അദ്ദേഹം ഗെയിം പാസ് ആകുന്ന വാക്ക് പാസ്. ആ പോയിന്റ് ഔട്ട് ആകുമ്പോൾ റഫറി പറഞ്ഞ വാക്കാണ് ഖമാറ്റി എന്ന വാക്ക്, ലക്ഷ്യം തെറ്റിന്ന് പറഞ്ഞു. വേദചിന്തകന്മാർ ആ ചിന്തയാണ് പാപത്തിന് കൊടുത്ത അർത്ഥം, ലക്ഷ്യം തെറ്റിക്കുക. ശ്രദ്ധിച്ചേ, ഒരു സൂര്യനേ ഉള്ളൂ. സകല വൃക്ഷ സസ്യാദികളും സൂര്യന് അഭിമുഖമായിട്ട് മാത്രമേ വളര. അതിന് ഒരു വൃക്ഷം തലകുത്തനെ വളർന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഹമാറ്റി. ഈ നമ്മുടെ കുന്നത്തുകാരുടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, കൂനമന അല്ലെ? അത് പലരും കണ്ടിട്ടുണ്ട്. കൂനമന അല്ലെ? സദ്യ ബസ് കണ്ടിട്ടുണ്ടോ? സോത്ര ബസ് ആ റൂട്ട് പോയിട്ടുണ്ടല്ലോ സോത്ര. കൂനമന. പക്ഷെ ഇപ്പൊ അത് നശിച്ചു പോയി. എന്റെ കുഞ്ഞുപാത എനിക്കറിയാം. അതിങ്ങനെ വളഞ്ഞ് ഡായിട്ട് നാ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ആ പനയെ കണ്ടിട്ടാണ് ആ പേരിന്റെ അർത്ഥം ഈ എന്തോ സ്വത്രം പുനമലനമാണ്. അപ്പൊ ഞാൻ വട്ടക്കരിക്ക് ചർച്ച സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. അപ്പൊ ആ ചർച്ച സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോൾ അവിടെ വിശ്വാസം ഒരു ചപ്പിളി മുക്കൊണ്ട് ചപ്പിളി മുക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ചപ്പിളി മുക്കെന്ന് പേര് വരാൻ കാരണം കുറെ പിള്ളേർ വരുന്ന അവിടെ നിന്ന് വൈകുന്നേരം എന്ത് ചെയ്യും? ചപ്പിളി അടിക്കുന്നതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് ചപ്പിളി മുക്ക്. അപ്പൊ ഇപ്പോഴത് ചപ്പിളി മുക്കാണ്. അപ്പൊ ഞങ്ങൾ ചപ്പിളി മുക്കിലാണോ? പിന്നെ മീശ മുക്കുണ്ട്. ഒരുത്തർ മീശ ഉണ്ടായിരുന്നു, ആ മീശയാക്കി. അപ്പൊ മീശ മുക്കായി. ചപ്പിളി ചപ്പിളി മുക്കായി. കൂനമ്പന വന്നപ്പോ കൂനമ്പനെ. അപ്പൊ ഓപ്പോസിറ്റ് ആയി വന്നപ്പോൾ ഓരോന്നിന്റെ ഓപ്പോസിറ്റ്. അത് രസകരമായാണ് പേരുന്ന വാക്ക്. അപ്പോൾ ഒരു വൃക്ഷം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോഴാണ് നാമെ അതിനെ ലക്ഷ്യം തെറ്റിച്ച വാക്ക്. അങ്ങനെയെങ്കിൽ മാനകുലത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഏക സത്യദൈവമായ കഥാവാണ് അല്ലെ? സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. കഥാവ് ലക്ഷ്യം എന്താ? എന്റെ മുഖം നോക്കി, സ്വർഗത്തെ നോക്കി മാത്രമേ സകല മനുഷ്യരും. മക്കളെ, ഹലോ, നിങ്ങൾക്ക് ഞാൻ മൈക്ക് പ്രസംഗിക്കാം അല്ലെ? തരട്ടെ, മൈക്ക് തരട്ടെ. അപ്പൊ അങ്ങനെ നോക്കി ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ നോക്കിയ ചോദിക്കില്ല. ഓക്കെ സാർ, ഒരു ആമയം പറഞ്ഞ കാര്യങ്ങൾ സ്വത്രം പറയാം. സ്വത്രം പറ. അപ്പൊ സകല മനുഷ്യരും ദൈവത്തെ നോക്കി, സൃഷ്ടാവ് നോക്കി വരണം.
ഒരു വ്യക്തി ദൈവത്തെ നോക്കാതെ വേറെ ദൈവത്തെ നോക്കി യാത്ര ചെയ്തതെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ലക്ഷ്യത്തെറ്റി ഹമാറ്റി എന്ന വാക്ക്. ഇന്ന് അങ്ങനെ നമുക്ക് പറയാം, ഏക സത്യദൈവമായ കർത്താവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുന്നതെങ്കിൽ അവനെ വിളിക്കുന്ന വിളി പാപി എന്നല്ല, അവനെ വിളിക്കുന്ന വിളി വിശുദ്ധൻ എന്ന പദമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരുമായുള്ളവരെ പറഞ്ഞോ. നിങ്ങളെ മൊബൈൽ തന്നാൽ നിങ്ങൾ പല കാര്യം ചേരിച്ചോ, എനിക്കറിയാം. പക്ഷെ ബൈബിൾ പറയാൻ വരുമ്പോൾ ചവിട്ടിരിക്കും എന്നോട് പറഞ്ഞേ. അതുകൊണ്ട് സഹോദരന്മാരെ പറ, വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരുമായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് ലുക്ക് അറ്റ് ജീസസ്. അവനെ ലുക്ക് അറ്റ് ജീസസ്, കർത്താവിൽ നോക്കുന്നവനെ പാപി എന്നല്ല വിളിക്കുന്നത്, ദൈവത്തിന്റെ പൈതൽ വിശുദ്ധനാണ്. ഈ തീം ഓർത്തോണം, ലുക്ക് അറ്റ് ജീസസ്. ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്നവനെയാണ് വിശുദ്ധൻ വിളിക്കുന്ന വാക്കാണ്. അവനെ കുറിച്ച് തനിച്ചു പാർക്കുക. അവനെ പാപികളുമായിട്ട് ലോകവുമായിട്ട് ശാപവുമായിട്ട് അവർ ഈടാക്കാരുന്നില്ല. ഞാനിനി ആ വാക്യത്തോട് കൂറുപുലർത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നൊരു കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചലഞ്ചിങ് മെസ്സേജ്. എന്റെ ഒത്തിരി നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് വെച്ച് കൊണ്ടാണ് വന്നത്. പക്ഷെ നോട്ട്സ് ഒന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു നിയോഗം ഞാൻ നിയോഗിക്കുകയാണ്. ഒരു രാമൻ പറഞ്ഞാട്ടെ പോരാ, വാതുറന്ന സംഖ്യാപുസ്തകം 22, 23, 24, 25 എന്നീ 4 അധ്യായങ്ങൾ തിരിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ബാലാക്ക് അമ്മ ജനത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ബിലയാമിനെ കിട്ടി ശപിപ്പാൻ, ബിലയാമിന് കൂലി കൊടുത്തിട്ട് ശപിക്കാൻ വരുന്നൊരു കാഴ്ചയാണ്. ആ സമയത്താണ് ബിലയാം പറഞ്ഞ വാക്കാണ്, ഇതാ തനിച്ചു പാർക്കും ജനം ജാതികളുമായിട്ട് ഇത് കാട്ടുപോത്തിന് ഉള്ള ബലം എന്ത് ചെയ്യും അവർക്ക് ഉണ്ട്. ഞാനതിന്റെ ഒരു ഫുട് നോട്ട് പറയാൻ പോലെ, ഫുട് നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫുട് നോട്ട് എന്ന് പറയാൻ പോകുന്നത് തൽമൂദ് എന്നൊരു വാക്കുണ്ട്. തൽമൂദ്, അത് എബ്രാഹിം തൽമൂദ്. ഈ തൽമൂദ് ഈ യഹൂദന്മാരെ ആ ന്യായപ്രമാണത്തിനകത്ത് അവര് മാർജിൻ നോട്ടായി, നമ്മൾ ബൈബിളിനകത്ത് നമുക്ക് ചില നോട്ട്സ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ സ്റ്റഡി ബൈബിൾ വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് കൊച്ചു കൊച്ചു നോട്ട്സ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സിന് എബ്രാഹിം വിളിക്കുന്ന വാക്കെന്ന് പറയുന്നത് തൽമൂദ് എന്നാണ്. അതിന് മാർജിൻ നോട്ടാണ് വിളിക്കുന്നത്, മാർജിൻ നോട്ട്. അപ്പൊ ആ മാർജിൻ നോട്ടില് ഇന്ന് നമ്മൾ വായിച്ച ഈ വാക്യത്തിന് ഒരു കുറുവാക്കി കൊടുത്ത വാക്ക്, ആ മാർജിൻ നോട്ട് കൊടുത്തിരിക്കുന്നത്, ആ തൽമൂദ് കൊടുത്ത വാക്ക് അന്നത്തെ 5 വയസ്സ് പ്രായമുള്ള യഹൂദ ബാലന്മാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് 5 വയസ്സാണ്. 5 വയസ്സ് പ്രായമുള്ള യഹൂദ കുഞ്ഞിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഇന്നത്തെ 35, 40 വയസ്സ് പ്രായമുള്ളവരുടെ ആരോഗ്യമാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയുള്ള ഒരു 35, 40 വയസ്സുകാരുടെ പ്രായ ശരീരത്തിൽ 80 മുതൽ 120 മില്ലി ലിറ്റർ ഉള്ളതാണ്. 5 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ ബാലന്റെ ശരീരത്തിലെ രക്തം ഇന്നത്തെ 35 മുതൽ 40 വയസ്സ് പ്രായമുള്ള രക്തമാണ്. അത്ര ആരോഗ്യമാണ്. അങ്ങനെയെങ്കിൽ 80 മുതൽ അത് 120 മില്ലി ലിറ്റർ രക്തം ആ 35, 40 വയസ്സ് പ്രായമുള്ളതാണ്. അങ്ങനെയെങ്കിൽ യഹൂദ ബാലന്മാർക്ക് ഇതേ ആരോഗ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള യഹൂദ ബാലന് അവൻ 80 മുതൽ 120 മില്ലി രക്തം ഉണ്ടെങ്കിൽ അവർ ആരോഗ്യ ദൃഢഗാത്രന്മാരാണ്. ആരോഗ്യ അതിനകത്ത് ആ ഫുട് നോട്ടിനകത്ത് അടുത്തെഴുതിക്കുന്ന വാക്ക്, ഇതിന്റെ രഹസ്യം എന്താണ്? ഒന്നാമത് അവർക്ക് ചിക്കന് കിട്ടുന്ന മട്ടന് കിട്ടുന്നില്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം കിട്ടണം. തനിച്ചു പാർക്കുന്നവർക്ക് വല്ലതുണ്ടോ? ഹലോ പറ. ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ കിട്ടുന്ന ആഹാരം കഴിക്കുന്നവരാണ്. പക്ഷേ ഈ 80 മുതൽ 120 മില്ലി രക്തം അവർ ശരീരത്തിൽ വന്നതിന്റെ സീക്രട്ട് പറയുന്നത് അവർ ന്യായപ്രമാണത്തിൽ അവർ തികഞ്ഞവരായിരുന്നു. എത്രാമത്തെ വയസ്സ് മോനെ? 1-ാം സംഖ്യ എത്ര വാക്യമുണ്ട് മോനെ? 1-ാം സംഖ്യ എത്ര വാക്യമുണ്ട്? 7 വാക്യം. മോൻ എത്ര വാക്യമുണ്ട്? നിങ്ങൾ ഞാൻ ഒന്നും പറയത്തില്ല. നിങ്ങൾ മോള് പറഞ്ഞു എത്ര വാക്യമുണ്ട്? യുവന്മാർ പറയട്ടെ, എത്ര വാക്യമുണ്ട് മോനെ? 1-ാം സംഖ്യ എത്ര വാക്യമുണ്ട്? എവിടെ എനിക്ക് 6-7 നിങ്ങൾ നോക്കി എന്ന് പറയാം.
6 വാക്യം. അപ്പൊ 23 സമയത്തെ വാക്യമുണ്ട്. 23 പ്രവേശിച്ചില്ലേ സ്വത്രം? എത്ര ഉണ്ട്? പോട്ടെ. എത്ര ഉണ്ട്? സ്വത്രം 6 വാക്യം പോട്ടെ. 6 മതി സ്വത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച മാത്രമേ. പക്ഷെ അത് യഹൂദ ബാലനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മണിയായിട്ട് ഒരു അങ്ങളെ 6 വാക്യം ഉണ്ട്. പക്ഷെ നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ 6, 7, 8 എന്ന് മതി. അതുകൊണ്ട് ആകാശം കറക്കുമ്പോൾ നമുക്ക് രോഗത്തിലേക്ക് പോകുന്നത്. നമുക്ക് ആരോഗ്യം, ആത്മീയ ആരോഗ്യമില്ല. പറഞ്ഞേ, ശരീരത്തിന് ആത്മീയ ആരോഗ്യമില്ല, ശാരീരിക ആരോഗ്യമില്ല. അതിന് കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കുന്നത് ബൈബിളിനെ അല്ല, അധികം ശ്രദ്ധിക്കുന്നത് ഫോർ അതേഴ്സ്, മറ്റു പലതിനെയും. അല്ലെ? മാർച്ചയെ കുറിച്ച് നീ മറ്റുള്ള നല്ല അംശം, നല്ല അംശം. അപ്പൊ അവൾക്ക് നല്ല അംശവും മാർച്ചയ്ക്ക് ഫോർ അതേഴ്സ്, മറ്റു പലതിനെ കുറിച്ചാണ്. അവർ ഞാൻ സമയം പോകുന്നുണ്ട്. ഒരു മണിക്ക് പോകാൻ കുഴപ്പമില്ല. സ്വന്തം അവര് ബ്ലോക്ക് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. സ്വന്തം ഇടയ്ക്ക് ചോദിച്ച കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്ത് നിർത്തുന്നു. അതുകൊണ്ട് എനിക്ക് ഇതല്ല മെസ്സേജ്, എൻ്റെ മെസ്സേജ് വേറെ മെസ്സേജാണ്. അപ്പോൾ അതാണ് എൻ്റെ മെസ്സേജ്. മർക്കോസ് 1-ാമത്തെ 21-28 വാക്യമാണ് എൻ്റെ കൺക്ലൂഷൻ മെസ്സേജ്. അവിടെ നിന്ന് വന്നാൽ എനിക്ക് എത്താൻ പറ്റും. അതോടെ ചോദിച്ച കാര്യം ഒരു ആമയും പറഞ്ഞാണ് പ്രശ്നം. അപ്പൊ 80-100 രക്തം ഒരു യഹൂദ ബാലനുണ്ടെങ്കിൽ അവൻ ആരോഗ്യകരമാണ്. അതിന്റെ പുറകെ രഹസ്യം, അവർ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവരായതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ആരോഗ്യമാണ് ഈ യഹൂദൻ ബാലന്മാരുടെ രഹസ്യം. അതുകൊണ്ടാണ് അത് ബാലാക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് അവർ യുദ്ധം തോൽപ്പിക്കാൻ പറ്റില്ല. 5 വയസ്സ് പ്രായമുള്ള യഹൂദ